വയനാട് വാളത്തൂർ ചീരമട്ടത്തെ ക്വാറിയുടെ പ്രവർത്തനം തടയണമെന്ന ആവശ്യവുമായി ടി സിദ്ദിഖ് MLA അടിയന്തര ഇടപെടൽ തേടി മുഖ്യമന്ത്രിക്ക് കത്ത് നൽകിയിട്ടുണ്ടെന്നും MLA. റെഡ് സോൺ പരിധിയിൽപ്പെട്ട പ്രദേശത്തെ ക്വാറിയുടെ പ്രവർത്തനത്തിനെതിരെ വലിയ പ്രതിഷേധമാണ് ഉയരുന്നത്. 60 മുതൽ 80 ഡിഗ്രി വരെ ചെങ്കുത്തായ പ്രദേശമാണ് വാളത്തൂർ ചീരമട്ടം പ്രദേശം. ഇതിന് താഴെയാണ് ക്വാറിയുടെ പ്രവർത്തനം. നിരവധി വീടുകളും സമീപത്തെ കുടിവെള്ള ടാങ്കിനുമടക്കം ഭീഷണിയാണ് ഈ ക്വാറി. റെഡ് സോൺ ആയിട്ടുള്ള ഏറ്റവും മർമ്മപ്രധാനമായിട്ടുള്ള മേഖലയാണ് വാളത്തൂർ ക്വാറി വിഭാവനം ചെയ്തത്. അത് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി അവിടെ ഒരു കാരണവശാലും അത് പറ്റില്ല എന്നുള്ള തീരുമാനമെടുത്തു. കോടതിയിലെ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംസ്ഥാന ദുരന്ത നിവാരണ സമിതിയോട് റിപ്പോർട്ട് സമർപ്പിക്കാൻ ആവശ്യപ്പെട്ടതായിരിക്കുന്ന സാഹചര്യമായിരുന്നു. പശ്ചിമഘട്ടത്തിൽപ്പെട്ട നീലഗിരി ബയോസ്ഫിയറിന്റെ ഭാഗമാണ് ചീരമട്ടം. 2009 ഇവിടെ ഉരുൾപൊട്ടൽ പോലും ഉണ്ടായിരുന്നു. ഭൗമപാളികൾ നിരങ്ങിമാറൽ എന്ന പ്രതിഭാസവും സംഭവിക്കുന്നതിനാൽ തൊഴിലുറപ്പ് പദ്ധതി പോലും ഇവിടെ നടക്കാറില്ല. പത്തുമലയോട് ചേർന്ന് നിൽക്കുന്ന പ്രദേശമാണിത്. അതിനാൽ ഒരു വിധത്തിലും ക്വാറിയുടെ പ്രവർത്തനം അനുവദിക്കില്ല എന്ന് MLA അടക്കമുള്ളവർ വ്യക്തമാക്കി. പുത്തുമല ദുരന്തം ഉൾപ്പെടെ നടന്നതായിരിക്കുന്ന അടുത്തതായിരിക്കുന്ന ഒരു ഭൂമേഖല, അത്തരം ഒരു പ്രദേശത്ത് ഒരു വീട് നിർമ്മിക്കാൻ പോലും നമ്പർ ഇടാൻ പോലും സൗകര്യം കിട്ടാത്തതായ ഒരു സ്ഥലത്ത് ഇങ്ങനെയുള്ളതായിരിക്കുന്ന നടപടികളുമായി മുന്നോട്ട് പോകാൻ ഒരിക്കലും ആശാസ്യകരമായ ഒന്നല്ല. അതുകൊണ്ട് ആ ക്വാറി ജില്ലാ ദുരന്ത നിവാരണ സമിതി തീരുമാനിച്ചു. പഞ്ചായത്തിൻ്റെ അഭിപ്രായം അതാണ്, ജനപ്രതിനിധികളുടെ അഭിപ്രായം അതാണ്, ജനങ്ങളുടെ അഭിപ്രായം അതാണ്, ജില്ലാ ദുരന്ത നിവാരണ സമിതിയുടെ അഭിപ്രായം അതാണ്. അതുകൊണ്ട് ഒരു കാരണവശാലും ജനങ്ങൾക്ക് താല്പര്യത്തിന് വിരുദ്ധമായിട്ടുള്ള ഒരു നടപടി ഒരു കാരണവശാലും അനുവദിക്കാൻ പറ്റുന്ന ഒന്നല്ല. അതുമായി മുന്നോട്ട് പോകാൻ ഒക്കില്ല എന്നുള്ള നിലപാട് വളരെ കൃത്യമായി അറിയിച്ചു. മൂപ്പൈനാട് പഞ്ചായത്തിലാണ് ക്വാറി സ്ഥിതി ചെയ്യുന്നത്. പത്തുമലയിലേക്ക് ആകാശദൂരം വഴി 4 കിലോമീറ്റർ മാത്രമാണ് ദൂരം. തൊഴിലുറപ്പ് പദ്ധതി പോലും അനുവദിക്കാത്ത സ്ഥലത്ത് ക്വാറിയുടെ പ്രവർത്തനം അനുവദിക്കില്ല എന്ന നിലപാടിലാണ് പ്രദേശവാസികളും. ന്യൂസ് മലയാളം, വയനാട്.